ഹലോ നമസ്കാരം. വീക്ക്ലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് അഗെയിൻ ഡൗൺ സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. അല്ലെങ്കിൽ നിഫ്റ്റി ഡൗൺ സൈഡ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. 24,000 ബ്രേക്ക് ചെയ്യുന്നു, 23,800 ബ്രേക്ക് ചെയ്യുന്നു, 23,500ലേക്കൊക്കെ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാനിക് ആവുന്നു, പാനിക് സെല്ലിംഗ് നടത്തുന്നു. മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള ഇവന്റുകളും ന്യൂസുകളും അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഇൻഫ്ലേഷന്റെ ഡാറ്റ, അപ്പോൾ അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ള അവേഴ്സിലാണ് വന്നെങ്കിൽ പോലും അതും മാർക്കറ്റിന്റെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സിലേക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ RBI ഒക്കെ എന്നുണ്ടെങ്കിൽ 2%, 6% അകത്തുള്ള ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് സേഫ് അല്ലെങ്കിൽ കൺട്രോളബിൾ ആണെന്ന് പറയുന്ന സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് 6 പോയിന്റിന് മുകളിലാണ് പെർസെൻറ്റേജ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഇതുകൂടിയാണ്. അപ്പോൾ വരുന്ന ആഴ്ചയിലേക്ക് മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 6%-ന് മുകളിലുള്ള ഇൻഫ്ലേഷന്റെ ഡാറ്റ. ഇത് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ്. ഹോപ്പ്ഫുള്ളി അതിനെ ടാക്കിൾ ചെയ്യാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള അഗെയിൻ മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ FIIsനെ തിരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ട്രിഗർ മാർക്കറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ബാറ്റിലും എങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിലേക്ക് മാർക്കറ്റിനെ പുൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് വീഡിയോയിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രസീവ് ആവരുത്, വെയിറ്റ് ചെയ്യുക, എന്നാൽ ഇൻവെസ്റ്റഡ് ആയിക്കൊള്ളുക. അതിന് പറ്റിയൊരു സിറ്റുവേഷനാണ്, അതിന് പറ്റിയ മാർക്കറ്റാണ് റൈഡ് ചെയ്യുന്നത്. പാനിക് ആവേണ്ട ആവശ്യമില്ല. മാർക്കറ്റ് നീഡി ആയിട്ടുള്ള കറക്ഷനും ഹെൽത്തി ആയിട്ടുള്ള ബെയർ റണ്ണും തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടായിരുന്ന നിഫ്റ്റിയുടെ PE അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പാകത്തിനൊരു ഏണിങ്സ് റിപ്പോർട്ട് എക്സ്പെക്റ്റഡിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്ന തരത്തിലോ വരാത്ത നിഫ്റ്റി 50 മേജർ കമ്പനീസിന്റെ ഏണിങ്സ് റിപ്പോർട്ട്. ഇനി മാർക്കറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള 2 പോയിന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരു ക്വാർട്ടറിലേക്കുള്ള ഒരു ഏണിങ്സ് ഇപ്പോൾ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലോ ഒരു ഏണിങ്സ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം. രണ്ടാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ FIIsന്റെ മണി ഇൻഫ്ലോ കൂടണം. ഈ 2 പോസിറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് വലിയ രീതിയിൽ റിക്കവറി നടത്തുന്നത്, ഓൾ ടൈം ഹൈ ഒക്കെ ടച്ച് ചെയ്യുന്നത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്കോ ആണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വാച്ച് ഔട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന എൻട്രീസിന്റെ കൗണ്ട് കുറയ്ക്കുക, നമ്മുടെ ക്യാപിറ്റൽ അലോക്കേഷൻ, ഷോർട്ട് ടേം ട്രേഡിനൊക്കെ ഉള്ള ക്യാപിറ്റൽ അലോക്കേഷൻ കുറയ്ക്കുക, ചെറിയ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുക്ക് ചെയ്തതിന് ശേഷം, അതായത് ഒരു 5%, 7% അകത്ത് അല്ലെങ്കിൽ ഒരു 3 to 5% അകത്തുള്ള ടാർഗറ്റുകൾ കിട്ടുന്ന സമയത്ത് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എൻട്രി ലീവ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ നടത്തുന്നത്. മാർക്കറ്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുന്നില്ല. അതേപോലെ തന്നെ ലോങ് റണ്ണിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ETFകൾ, ഇപ്പോൾ ഇൻഡെക്സ് ETFകൾ തന്നെ ബൈ ചെയ്യാൻ പറ്റുന്നതാണ്. നിഫ്റ്റി നെക്സ്റ്റ് 50, നിഫ്റ്റി ബീസ്, സെൻസെക്സ്, ഇതിൻ്റെയൊക്കെ ETFകൾ നമുക്ക് പോവാം. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഡിവിഡൻഡ് തരുന്ന സ്റ്റോക്കുകൾ, ഞാൻ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നടത്തുന്ന പർച്ചേസുകളുടെയൊക്കെ. പക്ഷെ അതൊരു ലോങ് ടേം വിഷൻ്റെ ആണ്, നിങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരത്തിലൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിനെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്തെന്ന് മാത്രം, നിങ്ങൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. പിന്നെ കഴിഞ്ഞ വീക്കിൽ നമുക്ക് ഉണ്ടായിരുന്ന സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന നമ്മുടെ വാച്ച് ലിസ്റ്റിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ആയിരുന്നു. PG ഇലക്ട്രോപ്ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് 650 to 690 അല്ലെങ്കിൽ 696 എബോ വരുന്ന എൻട്രി. അപ്പോൾ ആ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആ ഒരു ദിവസം തന്നെ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ സൈഡ് വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസിന്റെ താഴെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസിന് നിയർ ആയിട്ടാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലീവ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമ്മൾ സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അഗൈൻ ഈ ഒരു സ്റ്റോക്ക് അപ്സൈഡിലേക്ക് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈക്ക് മുകളിൽ എന്ത് ചെയ്യണം, സ്റ്റോക്ക് പെർഫോം ചെയ്യണം. അപ്പോൾ അതിന് ഒരു 700 അല്ലെങ്കിൽ 699ന്റെ മുകളിലൊരു അലേർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാം. പ്രൈസ് അതിൻ്റെ മുകളിലേക്ക് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അഗൈൻ ഇതിൽ എൻട്രി കൺസിഡർ ചെയ്താൽ മതി. അഗ്രസീവായിട്ടുള്ള എൻട്രികൾ പോവാതിരിക്കുക. ഈ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ അത്യാവശ്യം മോശമല്ലാത്തൊരു റിട്ടേൺസ് നമുക്ക് നൽകിയിട്ടുള്ള, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ടെലഗ്രാമിൽ പറയുന്നുണ്ടായിരുന്നു, ഓക്കെ നിങ്ങൾക്ക് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം,
റൺ ചെയ്യേണ്ടവർക്ക് SL മോഡിഫൈ ചെയ്യാം. അത് നിങ്ങളുടെ ലോങ് ടേം വ്യൂവിനനുസരിച്ച് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 280 to 270ൻ്റെ ഇടയിലാണ് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അതായത് 310 എന്ന് പറയുന്ന ലൊക്കേഷനെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 10 to 13% അകത്തുള്ള റിട്ടേൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സ്റ്റോക്കിലുള്ള ഹോൾഡിങ്സ് സെൽ ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എൻട്രിയുടെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാം. സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ 330 ഒക്കെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് എത്ര സ്പീഡി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യും, ഇപ്പോൾ നമ്മളൊരു 3 to 5 വീക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ പോലും എത്രത്തോളം അച്ചീവബിൾ ആണെന്നുള്ളത്, അതായത് മാർക്കറ്റിൻ്റെ ഒരു പേസിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 310ൽ തന്നെ സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്ത് ക്യാപിറ്റൽ സേഫ് ആക്കിയത്. നമുക്ക് ആ ഒരു എൻട്രി നമ്മളെ വിന്നിങ് സൈഡിലായിരുന്നു. മാക്സിമം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് PGIL നമ്മൾ എൻട്രി ട്രിഗർ ചെയ്തിട്ടില്ല, ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു റിജക്ഷൻ ക്യാൻഡിലിൻ്റെ എബോവ് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് അപ്പ് സൈഡിലേക്ക് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. അതിൻ്റെ താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ട, സ്റ്റോക്ക് ചെറിയ രീതിയിൽ ഡൗൺ സൈഡ് വന്നതിന് ശേഷം തിരിച്ചു പോകുള്ളൂ. അപ്പോൾ അഗൈൻ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെവൽസിലൊരു അലേർട്ട് സെറ്റ് ചെയ്തിട്ട് 1100 എന്ന് പറയുന്ന ലെവലിൽ പ്രൈസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഗൈൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത്, നമ്മൾ വാച്ച് ലിസ്റ്റിൽ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്യാംസ് ആയിരുന്നു. ക്യാംസിൻ്റെ അഗെയിൻ ആ ലൊക്കേഷനിൽ നിന്ന് റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ലെവലിൻ്റെ എബോ വരുന്ന സമയത്ത് മാത്രം, അതായത് 4850 to 4900. അപ്പോൾ ലാസ്റ്റ് വീഡിയോ കൃത്യമായിട്ട് ഈ പ്രൈസ് റേഞ്ച് പറയുന്നുണ്ട്. അതിൻ്റെ എബോ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ് നടക്കുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ നമ്മളെ എൻട്രി ട്രിഗർ ചെയ്തിട്ടില്ല. PGIലും ക്യാംസിലും നമ്മളെ എൻട്രി ട്രിഗർ ചെയ്തിട്ടില്ല. എക്സാക്ട്ലി ആ രണ്ട് പ്രൈസും അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാണ് ചെയ്തില്ല. അതിൻ്റെ മുകളിൽ വരട്ടെ, അതിൻ്റെ മുകളിൽ പ്രൈസ് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളെ എൻട്രി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഇപ്പോൾ ഇന്ത്യൻ ഹോട്ടൽസ് ആണെന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ ക്ലോസിംഗ് വലിയ രീതിയിലുള്ള ക്ലോസിംഗ് ആയിരുന്നു. ബ്രേക്ക്ഔട്ട് നടന്ന ക്യാൻഡിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളെ ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് 720 to 710ൻ്റെ അകത്താണ്. ആ റേഞ്ചിൽ വന്നിട്ട് എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ വരുള്ളൂ. കൃത്യമായിട്ട് അതൊരു പുൾ ബാക്ക് എടുത്തു. അതിനുശേഷം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ്, ഇപ്പോൾ ലാസ്റ്റ് ഡെയിലി ക്ലോസിംഗിൽ വരുന്നുണ്ട് 741 വരെയൊക്കെയാണ് വന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി പോയിന്റിൽ നിന്ന് ഒരു 3% റണ്ണിങ് ആണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷേ റണ്ണിങ്ങിൽ തന്നെയാണ്. ഞാൻ സെയിം സ്റ്റോപ്പ് ലോസ് തന്നെ കീപ്പ് ചെയ്തിട്ട് ഇനി ഈ ഒരു ഹൈ കട്ടിയാണ് 750ൻ്റെ ഹൈ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഹാഫ് ബുക്ക് ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് റൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ റാംകോ ഇൻഡസ്ട്രീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ PGIL നമ്മൾ സ്റ്റോപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടും നമുക്ക് എന്ത് ചെയ്തില്ല, എൻട്രി ട്രിഗർ ആയില്ല. പിന്നെ റൺ ചെയ്യുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന 1-2 സ്റ്റോക്കുകൾ നോക്കാം. ഓക്കെ, നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സിയാറാം സിൽക്ക് മിൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുന്ന സമയത്ത് ഡെയിലി ആൻഡ് വീക്ക്ലി ക്യാൻഡിൽസിൽ 670 to 700 എന്ന് പറയുന്ന റേഞ്ച് ഒരു റിജക്ഷൻ പോയിന്റ് ആയിരുന്നു. സ്റ്റോക്ക് അതിനെ പർട്ടിക്കുലർലി ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ആ ഒരു ലെവലിലേക്ക് താഴെ റീടെസ്റ്റിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ്ങിലാണ് വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 690 അല്ലെങ്കിൽ 697. ഇപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ എബോവ് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സ്റ്റോപ്പ് വരുന്നത് 660 അല്ലെങ്കിൽ 659ൻ്റെ ബിലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 735 റേഞ്ച്, സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 760, 780 റേഞ്ചിൽ നമ്മൾ ഫൈനൽ ബുക്ക് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ റീടെസ്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എബോ, നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ എബോ പ്രൈസ് വരികയാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ദിവസം ഓപ്പൺ ചെയ്യുന്നത് ഇതിന് താഴെയാണ്, അല്ലെങ്കിൽ ഈ ലെവലിൽ ഓപ്പൺ ചെയ്തിട്ട് താഴേക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ ലീവ് ചെയ്യുക. അത് നമ്മുടെ പ്രൈസ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം ഹൈലി പോസിറ്റീവായിട്ട് നമ്മളെ ഫേവറബിൾ ചെയ്യുന്ന ഒരു മൂവും തരാനുള്ള സാധ്യത അവിടെ ഇല്ല. ഇതിൻ്റെ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രൈസ് മൂവ്മെൻറ്റ്സ് ഈ ഒരു സ്റ്റോക്കിനകത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനിതിന് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് DACL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് സ്റ്റോക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ഡൗൺ സൈഡ് സ്റ്റോക്ക് വന്നതിന് ശേഷം തിരിച്ച് റിക്കവർ ആവാൻ ഉള്ളൊരു ട്രയലാണ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മൾട്ടിപ്പിൾ ടൈംസ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. ഇപ്പോൾ ഈ ഒരു 28 അല്ലെങ്കിൽ 210 എന്ന് പറയുന്ന ഏരിയ അവിടെ വലിയ രീതിയിൽ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത്, എത്തുന്ന സമയത്തൊക്കെ റിജക്റ്റ് ചെയ്ത് താഴേക്കാണ് പോകുന്നത്. വലിയ രീതിയിൽ റിജക്ഷൻ വന്നിട്ടുള്ള ലൊക്കേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. പക്ഷേ ലാസ്റ്റത്തെ ക്യാൻഡിൽ ക്ലോസിങ് അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ക്യാൻഡിൽ ക്ലോസിങ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ലെവലിൻ്റെ എബോ, അതായത് 213 അല്ലെങ്കിൽ 214 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൻ്റെ എബോ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ ആ ഒരൊറ്റ ക്യാൻഡിലിൻ്റെ മാത്രം റിസ്ക് ആണ് ഇതിലെടുക്കാൻ ശ്രമിക്കുന്നത്, 196.
പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലോവർ ഹൈ ഒക്കെ ആണെങ്കിൽ ലോവർ ലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 175 ആ റേഞ്ചൊക്കെ വരും. അത് വലിയൊരു സ്റ്റോപ്പ് ലോസാണ്. അത്രയൊന്നും ഈ മാർക്കറ്റ് കണ്ടീഷനിൽ ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ ഈ ഒരു ലെവലിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് കീപ്പ് ചെയ്തിട്ട് 214 അല്ലെങ്കിൽ 215 എന്ന് പറയുന്ന ലെവലിൻ്റെ മുകളിൽ എൻ്റർ ചെയ്താലും മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 230 245 അതേപോലെ തന്നെ 250 55 എന്ന് പറയുന്ന റേഞ്ച്, അതായത് ലാസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടില്ല ഏരിയകൾ, പ്രൈസ് ലാസ്റ്റ് എവിടേക്കാണോ റിജക്ട് ചെയ്തിട്ടുള്ളത് അതാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. വളരെ ചെറിയ ടാർഗറ്റുമാണ് ഇതിൻ്റെ അകത്ത്, ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റുമാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഫോർട്ടീസ് ഹെൽത്ത് കെയർ. അപ്പോൾ ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡെയിലി ആൻഡ് വീക്ക്ലി ക്യാൻഡിൽസ് നോക്കിയാൽ പ്രോപ്പർ ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് പോകുന്ന ഒരു സ്ട്രക്ചറാണ്. അതായത് മാർക്കറ്റ് പ്രൈസ് ഹൈ ആൻഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ലെവലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഹാങ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ലാസ്റ്റ് ക്ലോസിങ്ങിൻ്റെ എബോ, അതായത് 650ൻ്റെ എബോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 617 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 615 സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ലെവൽസ് എന്ന് പറയുന്നത് 678 700 720 ഈ ലെവൽസാണ് നമ്മൾ ടാർഗറ്റ് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റോ സെക്കൻഡ് ടാർഗറ്റോ എത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം, സേഫ് ആവാം, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ ക്യാപ്ചറുകൾ പിക്ക് ചെയ്താൽ പോലും നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ഈ ഒരു സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ എബോ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രൈസ് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്യാൻഡലിൻ്റെ റേഞ്ചിൻ്റെ അകത്തോ താഴെയാണോ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ലീവ് ഇറ്റ്, അത് കൺസിഡർ ചെയ്യാതിരിക്കുക. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് ഗോകുൽ ആഗ്രോ. ഗോകുൽ ആഗ്രോ ഒക്കെ പല തവണയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് മുമ്പ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് 320 to 330 എന്ന് പറയുന്ന ലൊക്കേഷൻ മുമ്പ് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സോണാണ്. അപ്പോൾ ആ സോണിലാണ് വന്ന് ക്ലോസിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 326 അല്ലെങ്കിൽ 327 എന്ന് പറയുന്ന പ്രൈസിൻ്റെ എബോ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ബ്രേക്ക് ഔട്ട് എൻട്രി കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് 295. ഇപ്പോൾ ഈ ഒരു ലെവലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ 8% മുകളിലുള്ള സ്റ്റോപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 345 അല്ലെങ്കിൽ 350 എന്ന റേഞ്ച്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ 325ൻ്റെ എബോ എൻട്രി ചെയ്യാൻ, 326ൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് ഹൈൻ്റെ മുകളിൽ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 350 ലെവൽസ്, അതേപോലെ തന്നെ 365 380 ഫൈനൽ. പക്ഷേ ഫൈനൽ ടാർഗറ്റൊക്കെ അത്യാവശ്യം വലിയ ക്യാപ്ചറാണ്. ഫൈനൽ ടാർഗറ്റിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 10-15% മുകളിലുള്ള ക്യാപ്ചറൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകും. അപ്പോൾ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്സ് മീറ്റ് ചെയ്താൽ പോലും നമ്മൾ എക്സിറ്റിനെ കുറിച്ച് ആലോചിക്കാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് കിരി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ അഗൈൻ ഒരു പെർഫെക്റ്റ് ബ്രേക്ക് ഔട്ട് സോണിലേക്കാണ് വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ ടൈംസ്. ഇപ്പോൾ ഈ ഒരു 2023 ഡിസംബർ തൊട്ടിട്ട് ഈ ഒരു ലൊക്കേഷനെ എവിടെയൊക്കെ ടാപ്പ് ചെയ്യുന്നു അവിടെ നിന്നൊക്കെ പ്രൈസ് എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ലാസ്റ്റത്തെ ഡെയിലി ക്ലോസിംഗ് എന്ന് പറയുന്നത് 430 to 450 എന്ന് പറയുന്ന സോണിൻ്റെ അകത്ത് സ്ട്രോങ് ക്ലോസിംഗ് ആണ്. അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സൂൺ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം അത്യാവശ്യം ഈ പ്രൈസ് റിക്കവർ ചെയ്ത് മുകളിലേക്ക്, അതായത് 500-520 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിലേക്കൊക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ക്യാൻഡലിൻ്റെ 50% റിട്രേസ്മെൻറ്റ് വരികയാണെങ്കിൽ പോലും നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇത് 430 to 50ൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ 425 to 50ൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. 389ന് താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 475 490 490 അതേപോലെ തന്നെ 520 ഈ റേഞ്ചസ് ആയിരിക്കും നമ്മൾ ബുക്ക് ചെയ്യാൻ. അതായത് 3 ടാർഗറ്റ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെ 2 ടാർഗറ്റ് എന്ന് പറയുന്നത് സേഫ് പ്ലേയേഴ്സിനും പിന്നെ കുറച്ച് കാലം ഹോൾഡ് ചെയ്യാൻ, ഒരു 1 to 3 months വരെ ഹോൾഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർക്കാണ് ഫൈനൽ ടാർഗറ്റ് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീടെസ്റ്റിൽ, അതായത് ആ ഒരു ക്യാൻഡലിൽ 50% എവിടെയും നിങ്ങൾക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. വേറെ 2-3 സ്റ്റോക്കുകൾ പറഞ്ഞത് എബോ മാത്രമാണ്, ബ്രേക്ക് എബോ മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ പറയുന്ന ലൊക്കേഷൻസിനെയും പ്രൈസ് ലെവൽസിനെയും നോക്കും. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് 2 എൻട്രി ട്രിഗർ അല്ല, പ്രൈസ് റേഞ്ച് നമ്മൾ പറയുന്നതിൻ്റെ താഴെയാണ് വന്നിട്ടുള്ളത്. പ്രോപ്പർ പ്രൈസ് ആക്ഷൻ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈസ് ആക്ഷൻ മീറ്റ് ചെയ്താൽ മാത്രം എൻട്രി കൺസിഡർ ചെയ്യാം. എനിവേ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ പറയുന്നു, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡ് പ്ലാനുകൾ മാറ്റി വെച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ കുറച്ചും കൂടി നിങ്ങൾ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ അലോക്കേഷൻ വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കുറേ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് 8-9%ൻ്റെയൊക്കെ മുകളിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് കറക്റ്റ് ചെയ്തു.
ഇത് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രൈസ് ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു 6 മാസം 1 വർഷമോ കഴിയുന്ന സമയത്ത് ഈ റേഞ്ചിലൊന്നും നിഫ്റ്റി ചിലപ്പോൾ നമ്മൾ കണ്ടൊന്നും വരില്ല. പക്ഷേ ഇനി വരാൻ പോകുന്നൊരു ടൈം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ ഡാറ്റ ഒന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ RBIയുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസുകൾ, അതായത് നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടുക, കോമൺ പീപ്പിളിൻ്റെ ഇൻകം, ഡിസ്പോസിബിൾ ഇൻകം കുറയുക, അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം, ഇപ്പോൾ 1 ഇയറിൻ്റെ ഒക്കെ ടൈം ഫ്രെയിമിലേക്ക് ചിലപ്പോൾ കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മാത്രം പോകാനുള്ള ചാൻസ് ഉണ്ട്. കൺസോൾട്ടേഷൻ പ്ലസ് ബെയർ മാർക്കറ്റ് വരെ റൺ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി ഇതൊക്കെ നമുക്ക് ഹിൻഡ് തരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ പോർട്ട്ഫോളിയോ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തണം. മുമ്പ് ബുൾ റണ്ണ് നടന്ന സമയത്ത് നമ്മൾ 20-30% ഒക്കെ വീക്ക്ലി റിട്ടേൺസ് എടുത്തത് നമ്മൾ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് പോയി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 3-5% പോലും ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ റിട്ടേൺസ് ആണ്. ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിനെ ഇപ്പോൾ കാണുന്നത്. എനിവേ, താങ്ക് യു.